ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിക്ടർബേർ നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മൾ അനേകം കാര്യങ്ങൾ ഒരു ടോക്കിലൂടെ തന്നെ കേട്ടുവരികയായിരുന്നു. നമ്മളിന്ന് കേൾക്കുന്നത് കർത്താവിൻ്റെ സഭയെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണ്. ഈശോയെ സ്വീകരിക്കുമ്പോൾ, ഈശോയുടെ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം, എളിമയുള്ളതായിരിക്കണം എന്നെല്ലാം നമ്മൾ ശ്രവിച്ചു. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ കർത്താവിനെ കണ്ടതിന് ശേഷം അവിടുന്ന് പൗലോസ്ലീഹ ഏറ്റു പറയുന്നുണ്ട്. 1 തിമോത്തി 1:15-16 തിരുവചനത്തിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ച സ്വീകാര്യമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. പൗലോസ്ലീഹ പറയാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന് കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ രഹസ്യം മനസ്സിലാകുക. അതുവരെ അതിനു മുമ്പുള്ള വചനം പറയുന്നുണ്ട്, മുൻപ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാത്ത അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. എന്താണ് പറയുക? മുൻപ് ഞാൻ അവനെ അധിക്ഷേപിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ കുരിശിനെ ദർശിച്ചതിന് ശേഷം അദ്ദേഹം പറയാണ്, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് നമ്മൾ അടുക്കുമ്പോഴാണ് നമുക്ക് ആ പാപബോധം, നമ്മളുടെ അവസ്ഥ എന്താണ് നമുക്ക് മനസ്സിലാകുക. അപ്പോൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പാപബോധം അഥവാ പശ്ചാത്താപം. നമ്മുടെ ബലഹീനതകൾ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുന്നതാണ് പശ്ചാത്താപം. അതാണ് പാപങ്ങൾ ഏറ്റുപറയുന്നവന് കരുണ ലഭിക്കും. സുഭാഷിതം 28-13 തിരുവചനത്തിൽ പറയുന്നുണ്ട്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണയുടെ രഹസ്യം മുഴുവനും നമ്മളുടെ ഏറ്റുപറച്ചിലാണ്. നമുക്കറിയാം, നമ്മളൊരു കുമ്പസാരക്കൂടിന് മുമ്പിൽ ചൊല്ലുമ്പോൾ, നീതിയുടെ കോടതിയെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്താണ്? നമ്മുടെ തന്നെ പാപങ്ങൾ നമ്മൾ ഓർക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ പാപം ചെയ്യുന്ന സമയത്ത് നമുക്കെപ്പോഴും കുറ്റം മറ്റുള്ളവരെ ആയിരിക്കും, അവരുടെ തെറ്റുകളായിരിക്കും, അവർക്കെതിരെയായിരിക്കും നമ്മുടെ ശബ്ദമുയർത്തുക. നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന പാപങ്ങളെല്ലാം മറ്റുള്ളവർക്കെതിരെയാകും. അതേസമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ തന്നെ നീതീകരണമാണ്, നമ്മുടെ തന്നെ വിശുദ്ധീകരണമാണ്, നമ്മുടെ തന്നെ പാപങ്ങളാണ് നമ്മളവിടെ ഏറ്റുപറയുന്നത്. അവിടെ ആരും നമ്മളോട് പറയുന്നില്ല. നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് തരുന്നത് നമ്മുടെ പാപങ്ങളാണ്. അതാണ് നമ്മൾ അതിനു മുമ്പ് പ്രാർത്ഥിക്കും. സർവശക്തനായ ദൈവത്തെ വിളിക്കും, ഈശോയെ വിളിക്കും, അതുപോലെ പരിശുദ്ധ കന്യാമറിയത്തെ, സ്നാപ യോഹന്നാനെ, അപ്പസ്തോലന്മാരെ, തോമാശ്ലീഹായെ, എല്ലാ വിശുദ്ധരെയും നമ്മൾ വിളിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നുള്ള കുമ്പസാരത്തിന് മുമ്പുള്ള ഒരു ജപം നമ്മൾ ചെല്ലുമ്പോഴും നമ്മളുടെ മേൽ ആ അനുതാപം വർഷിക്കപ്പെടുകയാണ്. നമുക്ക് നമ്മെ തന്നെ മനസ്സിലാക്കുവാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. അതാണ് നമ്മൾ വൈദികൻ്റെ മുൻപിൽ നമ്മൾ ഏറ്റുപറയുക. ആ ഏറ്റുപറച്ചിലിൽ ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നമ്മെ തൻ്റെ മാറോട് ചേർത്ത് ഈശോ നമ്മെ ഇവിടുത്തെ ആത്മീയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കാണാതായ ആടിൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, ധൂർത്തപുത്രൻ്റെ ഉപമ. ഇതിൽ ആ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നു, ആ ധൂർത്തപുത്രന് പുത്രനായിരുന്നിട്ട് അതെല്ലാം വിട്ടുപോയി ദാസനായി തീർന്നു. തിരിച്ച് അവൻ ദൈവത്തിൻ്റെ മുൻപിൽ അനുതപിക്കുകയാണ്. പുത്രൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല എന്നും പറഞ്ഞ് അവന് സുബോധം തിരിച്ചു കിട്ടുകയാണ്. ആ ഏറ്റുപറച്ചിലൂടെ ദൈവം വീണ്ടും പുത്രസ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരികയാണ്.
അപ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ അടിമത്തത്തിൽ നിന്നും നമ്മൾ മാറി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി ദൈവത്തിൻ്റെ മകനും മകളുമായിത്തീരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരത്തോടും കൂടി കർത്താവിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുവാൻ അവിടെ നമ്മളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനങ്ങൾ ശ്രവിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ട വ്യക്തിപേർ പറയുന്നത് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് നമ്മൾ അടുപ്പിക്കണം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 24:9-14 വരെയുള്ള വചനത്തിൽ നമ്മളിൽ നിന്ന് ഏറ്റവും അവസാനം വിട്ടുപോകുന്ന ഒരു പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഭോഗാസക്തി അതെപ്പോഴും മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് വിട്ടുപോകുന്നത് കർത്താവിൻ്റെ വചനം വന്ന് നമ്മെ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അത്തരം പാപങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. വചനം കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ 3-ാം വാക്യവും 5-ാം വാക്യവും ഇതാണ് വീണ്ടും ജനനം. അതിനുവേണ്ടിയാണ് കുമ്പസാരവും കുർബാനയും കൂദാശകളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. പൂർണ്ണ കുമ്പസാരം നടക്കുമ്പോൾ വീണ്ടും വീണ്ടും ആത്മാവിൽ നാം ജനിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ദൈവം വിശുദ്ധ പത്രോസിൽ കൂടി സഭ ഉണ്ടാക്കിയിരിക്കുന്നത്. സഭയിൽ മുഴുവനും വിശുദ്ധരാണ്. വിശുദ്ധിയിൽ വന്നാൽ മാത്രമേ സഭയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ പത്രോസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് സഭയും നമ്മളെല്ലാവരും എവിടെയാകുമായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസിസി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സഭയും നമ്മളും വട്ടപൂജ്യമാകുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഓരോരോ പ്രവാചകന്മാരെ തക്ക സമയത്ത് അയക്കുന്നതും അവരിൽ കൂടി സംസാരിക്കുന്നതും. മത്തായി 10:20 ദൈവത്തിൻ്റെ ആത്മാവാണ് അവരിൽ കൂടി സംസാരിക്കുന്നത്. ലൂക്ക 21:14-15 ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് തരും. ദൈവത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. പിന്നെ ഈ ജ്ഞാനമാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. ജ്ഞാനവും പരിശുദ്ധാത്മാവും ഇല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുകയില്ല. ജ്ഞാനം 9:16-19 വരെ നിങ്ങൾക്ക് എത്ര സാരിയുണ്ട്, എത്ര ഷർട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അത് പറയുവാൻ പ്രയാസമാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ അറിയുവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കും? ദൈവിക കാര്യങ്ങൾ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരണം. പരിശുദ്ധാത്മാവ് നമ്മളെ സ്പർശിച്ചിട്ട് വിട്ടുപോയാൽ പോരാ, നമ്മിൽ വാസമർപ്പിക്കണം. യോഹന്നാൻ 14:23 കൽപ്പനകൾ പാലിക്കുകയാണ് പരമപ്രധാനം. 1 കൊറിന്തോസ് 7:19 നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യണം. കൽപ്പനകൾ പാലിക്കുന്നവർക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. യോഹന്നാൻ 14:21 ഇങ്ങനെ വചനം കേട്ട് കർത്താവ് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട. ജെറമ്യ 31:34 പിന്നെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിച്ചു വരും. ആമോസ് 8:11-13 വരെ വചനം ലഭിക്കുവാനായി എല്ലാവരും ഓടിക്കൂടും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിന് ഉള്ള വെറുതെയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. ഞാൻ ആദ്യം പറഞ്ഞ വചനം യെശയ്യാ 37:30-35 വരെ അതുതന്നെയാണ്. 2 രാജാക്കന്മാർ 19-29-34 വരെ നിങ്ങളെ പഠിപ്പിക്കാനാണ് ഈ വചനം. 4 കൊല്ലം കർത്താവിൽ നിങ്ങൾ പിടിച്ചു നിൽക്കണം, വീണു പോകരുത്. നാവിനെ നിയന്ത്രിച്ചാൽ പിന്നെ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. ഒരു ചെറിയ പാരഗ്രാഫിൽ അനേകം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ പറയണം, നമ്മളെ വചനത്തിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-5 തിരുവചനത്തിൽ വീണ്ടും ജനിക്കണം. അതിനു വേണ്ടിയാണ് കുമ്പസാരവും കുർബാനയും കൂദാശകളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ പറയണം, ആത്മാവിനാലും ജലത്താലും ജനിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, സ്വർഗരാജ്യം കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണമാണ് ഓരോ കുമ്പസാരത്തിലും സംഭവിക്കുക. നമ്മൾ ഈശോയിലോട്ട് ഓരോ പ്രാവശ്യവും വളരുന്നതാണ് നമ്മളുടെ ഓൺഗോയിങ് പ്രോസസ്സ് അഥവാ വീണ്ടും ജനനം എന്ന് പറയുക. നമ്മൾ പാപം ഇട്ടിട്ട് പോരുമ്പോൾ, പാപത്തെ വെറുത്തുപേക്ഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഓരോ സ്റ്റെപ്പ് ദൈവത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. പൂർണ്ണ കുമ്പസാരം നടക്കുമ്പോൾ വീണ്ടും വീണ്ടും ആത്മാവിൽ നാം ജനിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം വിശുദ്ധ പത്രോസിൽ കൂടി സഭ ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും ജനനം നമ്മളിൽ സംഭവിക്കുമ്പോൾ, കുമ്പസാരം നമ്മളിൽ സംഭവിക്കുമ്പോൾ നമ്മളിൽ എന്താ വരിക?
ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുവാൻ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ആന്തരിക ആത്മാവിൽ ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു കർത്താവാണ് എന്ന് നമ്മൾ ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വരണം. ആ വിശുദ്ധ പത്രോസ്ലീഹ ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറഞ്ഞത്. ഈശോ പറയുന്നുണ്ട്, പത്രോസേ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്നാണ് പറയുക. ആ ദൈവപുത്രനെ തിരിച്ചറിയണമെങ്കിൽ പാപബോധം നമ്മളിൽ വരണം. അതുകൊണ്ടാണ് നമ്മളോട് ഈ കുമ്പസാരം, പൂർണ്ണ കുമ്പസാരം നമ്മൾ വീണ്ടും വീണ്ടും സ്വീകരിക്കണം. നമ്മുടെ സഭ കൽപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നുള്ള നിയമം വളരെ ശക്തമായിട്ട് നമുക്കുണ്ട്. നമ്മൾ വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുക എന്നൊരു തീരുമാനം നമ്മളെടുക്കുമ്പോൾ ആ പാപത്തിന്, ഓരോ പാപത്തിനും നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുവാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ സത്താൻ എപ്പോഴും ക്ലെയിം ചെയ്യും. സത്താൻ എപ്പോഴും നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും, ഇവൻ ഇന്ന പാപത്തിനടിമയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കൂടുതൽ അവൻ കേൾക്കേണ്ടത്. അതേസമയം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരും. ആ ദാസ്യത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ട് സ്വതന്ത്രയുടെ പുത്രന്മാരായി തീരുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് വീണ്ടും വീണ്ടും കുമ്പസാരം എടുക്കണമെന്ന് നമ്മളോട് സഭ കൽപ്പിക്കുക. അതിൽ നമുക്ക് കുറേ നിയമങ്ങൾ തന്നിട്ടുണ്ട്. പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുക, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക, വീണ്ടും പാപം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക, പാപങ്ങൾ വൈദികനെ അറിയിക്കണം, വൈദികൻ കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റണം. ഇങ്ങനെ തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കൽപ്പനകൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ എത്രയോ മാധുര്യമാണ് കുമ്പസാരം എന്ന കൂദാശ. നമ്മൾ എത്രയോ അനുതാപമില്ലാതെയാണ്, അഥവാ നമ്മൾ ഒരുക്കമില്ലാതെയാണ് കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാറുള്ളത്. ഓരോ പാപത്തിനും നമ്മൾ ദൃഢനിശ്ചയമെടുത്തിട്ട് അതിൽ നമ്മൾ പറയുന്നുണ്ട്, മരിക്കാൻ ഞാൻ സന്നദ്ധരാണ്. ആ ദൃഢനിശ്ചയത്തിൽ തന്നെ നമ്മൾ തുടർന്നുകൊണ്ട് പോകുമ്പോൾ ആ പാപത്തിന് നമ്മുടെ മേൽ വന്ന് ആധിപത്യം പുലർത്തുവാൻ സാധിക്കുകയില്ല. സങ്കീർത്തനം 19-ാം അധ്യായത്തിലെ 12-14 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, അറിയാതെ പറ്റുന്ന വീഴ്ചയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, ബോധപൂർവം ചെയ്യുന്ന അപരാധങ്ങളിൽ നിന്ന് എനിക്ക് മുക്തി തരണമേ, അവ എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ. അപ്പോൾ ഈ ആധിപത്യം പുലർത്തുന്നത് നമ്മൾ ആ മനഃപൂർവ്വം ചെയ്യുന്ന പാപമാണ്. അതിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്ന എപ്പോഴാണ്? നമ്മളിത് ഏറ്റുപറയുമ്പോൾ. അല്ലെങ്കിൽ എപ്പോഴും സാത്താന് നമ്മുടെ മേൽ ഒരു അവകാശം സ്ഥാപിക്കുവാൻ നമ്മൾ അവൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഇതിനെ വെറുത്തുപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവിക ചൈതന്യം കൊണ്ട് നമ്മൾ നിറയുകയാണ്. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം പ്രഖ്യാപിക്കുന്ന സമയമാണ് കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുക. അതാണ് വിശുദ്ധ പത്രോസ്ലീഹ ഈശോയെ ഏറ്റുപറഞ്ഞപ്പോൾ ആ സഭയുടെ രഹസ്യം വിശുദ്ധ പത്രോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം മറ്റുപേർ പറയുന്നുണ്ട്, ഇതിനു വേണ്ടിയാണ് ദൈവം പത്രോസിൽ കൂടി സഭ ഉണ്ടാക്കിയത്. സഭയിൽ മുഴുവനും വിശുദ്ധരാണ്. വിശുദ്ധി വന്നാൽ മാത്രമേ സഭയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സഭയിൽ മുഴുവൻ വിശുദ്ധരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ സഭയിലേക്ക് അടുക്കും തോറും, ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയോട് ചേരും തോറും, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേരും തോറും നമുക്ക് മനസ്സിലാകും എത്രമാത്രം വിശുദ്ധിയിലാണ് ഈശോ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായിട്ട് പറയുക, വിശുദ്ധരെ സൃഷ്ടിക്കുന്ന ഫാക്ടറിയാകണം നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, വിശുദ്ധരെ സൃഷ്ടിക്കുന്ന കൂട്ടായ്മയാകണം നമ്മുടെ സഭ. അനേകർക്ക് വിശുദ്ധി പകർന്നു കൊടുക്കുവാനായിട്ട് ഉള്ളതായിരിക്കണം. അതാണ് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് എന്നാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 19ഉം 20ഉം തിരുവചനത്തിനൊക്കെ നമ്മൾ വായിക്കുന്നത്. മുഴുവനും വിശുദ്ധിയിലാണ്. അതുകൊണ്ടാണ് പറയുന്നത് സഭ ഏകമാണ്, സാർവത്രികമാണ്, വിശുദ്ധമാണ്,
അപ്പസ്തോലികമാണ്, ശ്ലൈകികമാണ് എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വിശുദ്ധരുടെ ഒരു സമൂഹമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഓരോരുത്തർക്കും ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ സഭയിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത് എന്നും പറഞ്ഞാണ് അദ്ദേഹം എഴുതുക. കാരണം വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ശേഷം പറയണം, വിശുദ്ധ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് സഭയും നമ്മൾ എല്ലാവരും എവിടെയാകുമായിരുന്നു? വിശുദ്ധ ഫ്രാൻസിസ് അസീസി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സഭയും നമ്മളും വട്ടപൂജ്യമാകുമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഓരോരോ പ്രവാചകന്മാരെ തക്ക സമയത്ത് അയക്കുന്നത്. ഒരിക്കലും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും എന്ന് വിശുദ്ധ പത്രോസിനോട് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇത് താഴ്ന്നു പോകുമ്പോൾ, എന്തെങ്കിലും ഇടർച്ചകൾ, പ്രശ്നങ്ങൾ ശക്തമായി വരുമ്പോഴാണ് കർത്താവ് തൻ്റെ പ്രവാചകന്മാരെ അയക്കുക, വിശുദ്ധരെ അയക്കുക. അതാണ് ഫ്രാൻസിസ് അസീസിയുടെ കാലത്ത് സഭയിൽ അനേകം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം ആ വിശുദ്ധരെ അയച്ച് അവ പൊക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും സഭയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ദൈവം അയക്കപ്പെടുകയാണ്. അത് തിരിച്ചറിയാനുള്ള കൃപ ദൈവം തൻ്റെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവരാ നന്മയെ, സഭയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് അവിടെ കർത്താവിൻ്റെ പ്രവർത്തനമുണ്ടാകുക. കർത്താവിൻ്റെ ശരീരമായ സഭ, കർത്താവിൻ്റെ മണവാട്ടിയായ സഭ ഒരിക്കലും നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 22 തൊട്ട് 32 വരെയുള്ള തിരുവചനത്തിൽ പറയുകയാണ്, 26-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലത്താൽ കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയും ആയിരിക്കുന്നതിനും വേണ്ടിയാണ്. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലത്താൽ കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. നാം സഭ എന്ന് പറയുന്ന ആരാണ്? നാം ഓരോരുത്തരും ചേർന്നാണ്. നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെട്ട് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ, ഈശോയുമായിട്ട് ലയിക്കുമ്പോൾ സഭ ശക്തിപ്പെടുകയാണ്. ഇങ്ങനെ അനേകം കണികകൾ ചേർന്നതാണ് കർത്താവിൻ്റെ സഭ. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ 4 തൊട്ട് 10 വരെയുള്ള വചനത്തിലൊക്കെ, ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തുമുണ്ട്. അവ കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അപ്പോൾ ഈ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം കർത്താവ് മാറ്റി നിർത്തപ്പെടും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ ഒരു ഗണത്തിൽ നമുക്കും പെടാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് പ്രവേശിക്കും? അങ്ങയുടെ വിശുദ്ധമലയിൽ ആര് കയറും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം വരുത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹസനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിൽ പലിശ ഈടാക്കുകയോ നിർദോഷകനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. ഈ കർത്താവിൻ്റെ മലയിൽ കയറാൻ യോഗ്യരെക്കുറിച്ച് സങ്കീർത്തനം 15-ാം അധ്യായത്തിലും 24-ാം അധ്യായത്തിലും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിഷ്കളങ്കനായി ജീവിക്കുക, നീതി മാത്രം പ്രവർത്തിക്കുക, ഹൃദയം തുറന്ന് സത്യം പറയുക, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഈശോയോട് രൂപാന്തരപ്പെടുകയാണ്. ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാതെ, തിന്മയ്ക്കടിമപ്പെടാതെ, ഈ ലോകത്തിൻ്റെ ഒന്നും നമ്മെ കീഴ്പ്പെടുത്താതെ കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഇതെല്ലാം. നമുക്ക് ദാനിയേൽ പ്രവാചകനെ കാണാൻ സാധിക്കും. ദാനിയേൽ പ്രവാചകൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിലല്ലാതെ മറ്റൊന്നിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് എല്ലാം നിറച്ച് അവിടെ മുഴുവൻ കീഴ്പ്പെടുത്തുവാനായിട്ടും ദൈവരാജ്യം ഭൂമിയിൽ കൊണ്ടുവരുവാനായിട്ടും ദാനിയേലിനെ കർത്താവ് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ കാണുന്നുണ്ട്.
ഇന്നിത് നമുക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. എന്താണ്? വ്യാജം പറയാതിരിക്കുക, സത്യം നിലനിർത്തിക്കൊണ്ട് പോകുക. ഇതെല്ലാം വരുമ്പോഴാണ് ഈശോയുടെ രാജ്യം അവിടെ സ്ഥാപിതമാകുക. കറയോ കളങ്കമോ ഇല്ലാതെ നമ്മളെ ഈശോയുടെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി കുരിശിൽ ചിന്തിയ അവിടുത്തെ ബലിയിലൂടെ തൻ്റെ മണവാട്ടിക്ക് അവിടുന്ന് ജന്മം നൽകിയതാണ്. അതാണ് ബ്രദർ പറയുന്നുണ്ട്. സഭയെ നമ്മൾ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മാധുര്യം മനസ്സിലാക്കുക. ഉത്തമ ഗീതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കർത്താവിൻ്റെ മണവാട്ടിയായ സഭയുടെ രഹസ്യം നമ്മൾ മനസ്സിലാക്കുക. അത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവും കർത്താവിൻ്റെ സഭയും തമ്മിൽ യോജിക്കപ്പെട്ട് ഇണചേർക്കപ്പെട്ട് ഒന്നായിരിക്കുന്നതാണ്. എത്ര കുറവുകൾ സംഭവിച്ചാലും അതിനെ പടുത്തുയർത്തുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള വിശ്വാസം നമുക്ക് ശക്തമായിട്ടുണ്ടായിരിക്കണം. എന്താണ് പറയുന്നത്? ദൈവം ഓരോരോ പ്രവാചകന്മാരെ തക്ക സമയത്ത് അയക്കുന്നതും അവരിൽ കൂടി സംസാരിക്കുന്നതും. മത്തായി 10:20 ദൈവത്തിൻ്റെ ആത്മാവാണ് അവരിൽ കൂടി സംസാരിക്കുന്നത്. ലൂക്ക 21:14-15 ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് തരും. ദൈവത്തിൻ്റെ ആത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. പിന്നെ ഈ ആത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. ജ്ഞാനവും പരിശുദ്ധാത്മാവും ഇല്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുകയില്ല. ജ്ഞാനം 9:16-19 വരെ. ഇതിൽ പറയാണ്, ഭൗമിക കാര്യങ്ങൾ അറിയുക ദുഷ്കരം, അടുത്തുള്ളതുപോലും അന്വേഷിച്ച് വേണം കണ്ടെത്താൻ. പിന്നെ അകലെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് സാധിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ ജ്ഞാനവും വരുമ്പോഴാണ് നമുക്ക് ദൈവീക രഹസ്യങ്ങളിലേക്കും ആത്മാവിൻ്റെ രാജ്യത്തിലേക്കും കടക്കാൻ പറ്റുന്നത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ക്രൂശിതനെക്കുറിച്ചുള്ള സന്ദേശത്തിൽ ആത്മീയ മനുഷ്യൻ മാത്രമേ ആത്മീയ കാര്യങ്ങൾ വിവേചിച്ചറിയുവാൻ പ്രാപ്തനാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും ലക്ഷ്യം, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഹൃദയം എപ്പോഴും ഭൗമികതയിലേക്ക്, ലോകത്തിൻ്റെ ദൃഷ്ടിയിലേക്കായിരിക്കും നോക്കിയിരിക്കുക. അത് നമ്മൾ മാറ്റപ്പെടുമ്പോഴാണ് നമ്മളിൽ ജ്ഞാനത്തിനെയും പരിശുദ്ധാത്മാവും നമുക്ക് ലഭിക്കുക. ഈ ലോകത്തിലെ കാര്യങ്ങൾ അറിയുവാൻ പോലും ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾക്ക് സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ അറിയാൻ സാധിക്കും? ദൈവീയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരണം. പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് സ്പർശിച്ചിട്ട് പോയാൽ പോരാ, നമ്മിൽ വാസമർപ്പിക്കണം. യോഹന്നാൻ 14:23 കൽപ്പനകൾ പാലിക്കുകയാണ് പരമപ്രധാനം. 1 കൊരിന്ത്യർ 7:19 പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾക്ക് താൽക്കാലികമായി നിലനിന്നിട്ട് പിന്നെ നമ്മൾ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം പലപ്പോഴും ഓടിക്കളയും. ഈ ലോകം, സുഖഭോഗങ്ങൾ, ജീവിത വിഗ്രഹത, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും നമ്മുടെ ആ ദൈവീക രഹസ്യങ്ങളെ അല്ലെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മൂടിക്കളയും. അത് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ദൈവം നമ്മിൽ വന്ന് വാസമർപ്പിക്കുക. ഇത് വളർത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ ഓരോ വചനങ്ങൾ പാലിക്കുക. എത്ര പ്രശ്നങ്ങളുണ്ടായാലും കഷ്ടതകളുണ്ടായാലും ഈശോയെ വിട്ടകലാതെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ നിലനിൽപ്പിൻ്റെ വരം കിട്ടുക. മർക്കോസ് 13:13 നമ്മൾ വായിക്കുന്നുണ്ട്, അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മൾ ആ ഈശോയുടെ കൂടെ സഹിച്ച് ഈശോയെ പിടിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, വ്യക്തിപരമായ പ്രാർത്ഥനകൾ നമ്മൾ നിർത്താതെ നടത്തുമ്പോഴൊക്കെയാണ് നമ്മൾ ശക്തരായി വരിക. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യണം. കൽപ്പനകൾ പാലിക്കുമ്പോഴാണ് ദൈവം എല്ലാം വെളിപ്പെടുത്തി തരുന്നത്. യോഹന്നാൻ 14:21-23 തിരുവചനത്തിൽ നമ്മൾ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഈശോ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഈശോയുടെ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി തരും. യോഹന്നാൻ 15 നമ്മൾക്ക് വായിക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിതന്മാരായിട്ട് ദൈവം മാറ്റുന്ന എപ്പോഴാണ്? ആ കൽപ്പനകൾ പാലിച്ച് ഈശോയാകുന്ന തണ്ടിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് സ്നേഹിതന്മാരെന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ദാസന്മാരായിരിക്കും, പാപത്തിന് അടിമയായിരിക്കും. നമ്മൾ പാപത്തിന് അടിമകളായിരിക്കും തോറും നമുക്കെപ്പോഴും ഒരു ദാസ്യത്വമായിരിക്കും. നമ്മൾ പുത്രൻ്റെ സ്ഥാനത്തല്ല, നമ്മളെ ഭയമായിരിക്കും, അടിമത്തമായിരിക്കും, അസ്വസ്ഥതയുണ്ടാകും. ഈ പാപം നമ്മിൽ ഭരണം നടത്തുമ്പോൾ നമ്മൾ ക്രിസ്തുവിന് അടിമയാകുമ്പോൾ ഈ ഭയം നമ്മളിൽ നിന്ന് വിട്ടുപോകും. നമ്മളെ പുത്രസ്ഥാനത്തേക്ക്, സ്നേഹിതന്മാരുടെ സ്ഥാനത്തേക്ക് കർത്താവ് നമ്മളെ ഉയർത്തും. ആ പിതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്ന സ്നേഹിതന്മാരാകുമ്പോഴാണ്
ദൈവകൽപ്പനകളെക്കുറിച്ച്, ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ ഈശോ നമുക്ക് പഠിപ്പിച്ചു തരുന്നപ്പോഴാണ്, അവിടുത്തെ സ്നേഹിതന്മാരാകുമ്പോഴാണ്, അവിടുത്തെ മക്കളാകുമ്പോഴാണ്. കർത്താവ് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ട. ജെറമ്യ 31:14. പിന്നെ മറ്റുള്ളവർ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിച്ചു വരും. ആമോസ് 8:11-13 വരെ. ഈ കൽപ്പനകൾ പാലിക്കാൻ തുടങ്ങുമ്പോൾ, ഈശോയുമായിട്ട് ഒന്നാകാൻ തുടങ്ങുമ്പോഴാണ് അനേക ആത്മാക്കൾ ഈശോയെ ആകർഷിച്ചു വരിക. ആമോസ് 8:11-13 വരെയുള്ള വചനം, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിന് വേണ്ടിയുള്ള ക്ഷാമമോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. നമ്മുടെ ആത്മാവിന് സമാധാനവും ആശ്വാസവും ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമം, യഥാർത്ഥ സ്നേഹം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമം. യഥാർത്ഥ സ്നേഹം എന്താണ്? ഈശോയാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം നമ്മളിൽ ലഭിക്കാത്തതാണ് നമുക്ക് പല മുറിവുകളും നമ്മുടെ ഉള്ളിൽ കിടക്കുക. നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ മുറിവുകൾ ഈശോയിൽ ഉണങ്ങാത്തത് മൂലമാണ്. ആ ഈശോയിലൂടെ നമ്മുടെ മുറിവുകൾ ഉണങ്ങുമ്പോൾ, ആ ദൈവസ്നേഹം നമ്മിൽ വന്നു കഴിയുമ്പോൾ, കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോൾ, മറ്റുള്ളവർക്കും നമ്മളിൽ നിന്ന് ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ടും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുവാനായിട്ടും സാധിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ് ജീവജലത്തിൻ്റെ അരുവി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ, ഈശോയുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ അതിൽ നിന്നാണ് ജീവജലത്തിൻ്റെ അരുവി ഒഴുകുക. എസ്എകേൽ പ്രവാചന പുസ്തകം 47-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദേവാലയത്തിലേക്കുള്ള നീർച്ചാൽ. ഈ നീർച്ചാൽ ആദ്യം കണങ്കാൽ വരെ, പിന്നെ മുട്ടോളം, പിന്നെ അരയോളം, പിന്നെ നമ്മെ കഴുത്തോളം, പിന്നെ മൂടിക്കളയത്തക്ക വിധം അത്രമാത്രം ശക്തമാണ് ദൈവിക രഹസ്യങ്ങൾ, ദൈവിക വചനങ്ങൾ. നമ്മൾ ഈശോയുടെ വചനം അനുസരിക്കും തോറും ഈശോ ഇതിൽ കൂടെ എല്ലാം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോഴാണ് ആത്മാക്കൾ ഓടിയെത്തുക ഈ ചേക്കേറാനായിട്ട്, ഈ വചനത്തെ അനുഭവിക്കുവാനായിട്ട്. ദൈവസ്നേഹത്തിൽ നിറയും വിശുദ്ധരെല്ലാം ഈശോയുടെ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് ആത്മാക്കൾ ഓടിയെത്താൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിൽ ഈശോ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുക, ഭയമുണ്ടാകുക, ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുക, നമ്മളിലുള്ള മുറിവുകൾ ഉണക്കപ്പെടാത്തത്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ നമ്മളിൽ ഉണ്ടാകുന്നതെല്ലാം ഈശോയുടെ സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിക്കാത്തത് കൊണ്ടാണ്. അതിനാണ് നമ്മൾ യോഹന്നാൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലൊക്കെ ഉണ്ട്, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം വന്നു കഴിയുമ്പോൾ മുറിയപ്പെട്ട ഈശോയുടെ സ്നേഹത്തിൽ നിന്നും നമ്മുടെ മുറിവുകൾ ഉണക്കപ്പെടുന്നതാണ്. അതാണ് അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. യെശയ്യാ 53-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ക്ഷതമേറ്റതുകൊണ്ട്, ഈശോ മുറിയപ്പെട്ടതുകൊണ്ട്, ആ ഒരു മുറിവിനാലാണ് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കുക. അതിന് നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിക്കാം. തീർച്ചയായും അമ്മയായ മറിയം നമ്മളെ ഇക്കാര്യങ്ങളിൽ ഒത്തിരിയേറെ സഹായിക്കും. ഈശോയെ ശുശ്രൂഷയ്ക്ക് ഇറക്കുന്നത് മറിയമാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ പറയുന്നുണ്ട്, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് അമ്മയോട് പറയുമ്പോൾ പരിശുദ്ധ മറിയം ആ പരിചാരകരോട് പറയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവേൻ. എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് ഈ തിരുസഭയുടെ രഹസ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സഭയെ കൂടുതൽ സ്നേഹിക്കുവാനും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് വെച്ച് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സഭയാക്കി മാറ്റുവാനും നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം യാചിക്കാം. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.